വിശദമായ വാർത്തകളിലേക്ക്. ലിബിയയിൽ കപ്പലിലുണ്ടായ അപകടത്തിൽ യൂറോപ്പിലേക്ക് പോയ 73 കുടിയേറ്റക്കാർ മരിച്ചതായി UN മൈഗ്രേഷൻ ഏജൻസി അറിയിച്ചു. 80ഓളം പേർ അടങ്ങിയ കപ്പലാണ് അപകടത്തിൽ തകർന്നത്. വിശദാംശങ്ങളുമായി കരിഷ്മ ആന്റണി ചേരുന്നു. കരിഷ്മ, ലിബിയയിൽ കപ്പലിടിച്ചുണ്ടായ അപകടത്തിൽ യൂറോപ്പിലേക്ക് പോയ 73 കുടിയേറ്റക്കാർ മരിച്ചതായിട്ടാണ് ഏജൻസി അറിയിക്കുന്നത്. എപ്പോഴാണ് അപകടം ഉണ്ടായത്? എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? അതെ ആതിര, ലിബിയയിൽ കപ്പൽ തകർന്ന് 73 പേർ മരിച്ചു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏകദേശം 80ഓളം പേർ അടങ്ങിയ കപ്പലാണ് ലിബിയയിൽ നിന്ന് യൂറോപ്പിലേക്ക് പലായനം ചെയ്ത കപ്പൽ തകർന്നാണ് 73 പേർ മരിച്ചത്. അതുപോലെ തന്നെ 11 പേരുടെ മൃതദേഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. വീണ്ടും ഇപ്പോഴും മൃതദേഹങ്ങൾക്കായുള്ള തിരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തിരിച്ചെത്തിയ 11 പേർ അതിഭയാനകമായ അവസ്ഥ നേരിട്ടാണ് ഇത്തരത്തിൽ തിരിച്ചെത്തിയെന്നാണ് പറയുന്നത്. 80ഓളം കുടിയേറ്റക്കാരുമായി ലിബിയയുടെ തലസ്ഥാനമായ ട്രിപ്പോളിയിൽ നിന്ന് 80 കിലോമീറ്റർ കിഴക്കുള്ള ഹസൽ അൽ ഹയാർ ഗ്രാമത്തിൽ നിന്നാണ് പുറപ്പെട്ടത്. ഇവിടെ നിന്ന് പലായനം ചെയ്ത് യൂറോപ്പിൽ ഇതിൽ നിന്നും മെച്ചപ്പെട്ട ഒരു ജീവിതം നയിക്കാനുള്ള പ്രതീക്ഷയുമായി സഞ്ചരിച്ച ആളുകളാണ് ഇത്തരത്തിൽ അപകടത്തിൽ മരിച്ചത്. 73 പേർ മരിച്ചു, 7 പേർ രക്ഷപ്പെട്ടവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത്തരത്തിൽ ഈ അപകടം ഉണ്ടാകുമ്പോൾ ഇത്തരത്തിൽ ലിബിയയിൽ നിന്ന് യൂറോപ്പിൽ പോകുന്നത് മെഡിറ്ററേനിയൻ കടലിലൂടെയാണ് സഞ്ചരിക്കുന്നത്. മെഡിറ്ററേനിയൻ കടലിലാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. ഇത് ആദ്യമായല്ല ആളുകൾ ഇത്തരത്തിൽ പലായനം ചെയ്യുന്നത്. ലിബിയ സ്ഥിതി ചെയ്യുന്നത് ആഫ്രിക്കൻ വൻകരയിലാണ്. ആഫ്രിക്കൻ വൻകര നമുക്ക് അറിയാവുന്നതാണ്. മറ്റു വൻകരകളെ വെച്ച് ഏറ്റവും ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു ജനതയാണ് അവിടെയുള്ളത്. യൂറോപ്പിൽ പോയാൽ ഇതിൽ നിന്ന് മെച്ചപ്പെട്ട ഒരു ജീവിതം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇത്തരത്തിൽ ആളുകൾ അവരുടെ സുരക്ഷിതമായാണ് തങ്ങൾ പോകുന്നത് എന്ന് പോലും നോക്കാതെ ഇത്തരത്തിൽ പലായനം ചെയ്യുന്നത്. ചിലർ അവിടെ എത്തിപ്പെടുകയും ബാക്കിയുള്ളവർ നിരവധി പേർ ഇവിടെ മരിക്കുകയും ചെയ്യുന്നു. ഈ അപകടത്തെ തുടർന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട അവിടുത്തെ എത്ര പേർ ഇത്തരത്തിൽ മരിച്ചിട്ടുണ്ട് എന്ന കണക്കുകൾ അറിയേണ്ടത് വളരെ ആവശ്യമായ ഘടകമാണ്. ഈ ദുരന്തം കൂടി കണക്കിലെടുക്കുമ്പോൾ ഈ വർഷം തുടങ്ങി ഏകദേശം 2 മാസം മാത്രമേ ആയിട്ടുള്ളൂ. ഈ 2 മാസത്തിനിടയിൽ 130 പേർ മരിച്ചു എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നു. 2022 മാത്രം 1450-ലധികം കുടിയേറ്റക്കാർ മരിച്ചുവെന്നാണ് IOMന്റെ മൈഗ്രേഷൻ പ്രോജക്റ്റിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ലിബിയൻ തീരത്ത് മാത്രം കഴിഞ്ഞ വർഷം 529 പേർ കുടിയേറ്റക്കാർ മരിക്കുകയും 848 പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട്. ലിബിയയിൽ നിന്ന് കപ്പൽ മാർഗം വളരെ വേഗത്തിൽ യൂറോപ്പിൽ എത്താൻ സാധിക്കും. അതിനുവേണ്ടി ആഫ്രിക്കയിലെ പല രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ ലിബിയയിൽ എത്തുകയും അവിടെ നിന്ന് കപ്പൽ മാർഗം അവിടെ എത്തി പലായനം ചെയ്ത് യൂറോപ്പിൽ എത്താനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നു. ആളുകൾ സുരക്ഷ പോലും നോക്കാതെ റബ്ബർ ബോട്ടുകളിലൊക്കെയാണ് അവിടെ എത്തുന്നത്. പക്ഷേ മെഡിറ്ററേനിയൻ സീ താണ്ടുന്നതിന് മുമ്പേ തന്നെ മരണം സംഭവിച്ച് നിരവധി പേർ മരിക്കുന്നു. അത്തരത്തിൽ 1450-ലധികം പേർ മരിച്ചു എന്ന കണക്കുകളും പുറത്തു വരുന്നുണ്ട്. ലിബിയയിൽ എപ്പോഴും ആഭ്യന്തര യുദ്ധത്തിന് ശേഷം അവിടെ ജീവിക്കാനുള്ള അവസ്ഥ വളരെ മോശമായ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ആളുകൾ നിരവധി പേർ അവിടെ എത്തുന്നത്. ഇത്തരത്തിൽ നിരവധി പേർ കുടിയേറ്റക്കാർ യൂറോപ്പിൽ എത്തുന്നതിന്റെ ഭാഗമായി യൂറോപ്യൻ ഗവൺമെന്റ് ലിബിയൻ ഗവൺമെന്റിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ഇത്തരത്തിൽ ആളുകളെ എത്തുന്നത് തടയണമെന്ന്. ഇതിന്റെ ഭാഗമായി അവർ അവിടെ തടയുന്നതിന് കൂടുതൽ ആളുകളെ വിന്യസിപ്പിക്കുകയായിരുന്നു. ഇത്തരത്തിൽ പലായനം ചെയ്ത് അവിടെ നിന്ന് പിടിക്കപ്പെട്ടാൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്നവരെ ജയിലിൽ അടയ്ക്കുകയും അവർക്ക് അതികഠിനമായ മർദ്ദനവും സ്ത്രീകൾ ഉൾപ്പെടുന്നവരെ പീഡിപ്പിക്കുന്നു, ബലാത്സംഗം ചെയ്യുന്നു എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഇങ്ങനെ അവിടെ പോയി തിരിച്ചു വരുന്നതിലും ഭേദം കടലിൽ പെട്ട് മരിക്കുന്നതാണ് എന്ന രീതിയിലും ആളുകൾ അങ്ങോട്ട് പലായനം ചെയ്യാറുണ്ട്. നമ്മൾ ഈ അപകടം കൂടി കണക്കിലെടുക്കുമ്പോൾ ലിബിയൻ ആളുകളുടെ ജീവിത ദുരന്തം കൂടി ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യമാണ് ആതിര. ഇപ്പോൾ ആ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 73ആയി. 11 പേരുടെ മൃതദേഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. 7 പേർ രക്ഷപ്പെട്ടിട്ടുണ്ട്. അവരെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ആതിര. വ്യക്തമാണ് കരിഷ്മ. ലിബിയയിൽ കപ്പലിടിച്ചുണ്ടായ അപകടത്തിൽ യൂറോപ്പിലേക്ക് പോയ 73 കുടിയേറ്റക്കാർ മരിച്ചതായി UN മൈഗ്രേഷൻ ഏജൻസി അറിയിച്ചു. 80ഓളം പേർ അടങ്ങിയ കപ്പലാണ് അപകടത്തിൽപ്പെട്ടത്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്നും കരിഷ്മ ആന്റണി.